സിംഗിൾ ഓണർഷിപ്പ് വെറും 40,000 കിലോമീറ്റർ ഈ കഴിഞ്ഞ മാസം സർവീസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. വെറും 40,000 ഓടിയിട്ടുള്ളൂ. അതെ, ഇതും ചെറിയ ബഡ്ജറ്റിന് എടുക്കാവുന്ന വണ്ടിയാണ്. 2.4 ലക്ഷം രൂപയാണ് പറയുന്നത്. ടോപ്പ് എൻഡ് ആണ്. ഡിസൈർ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡിസൈർ ഓട്ടോമാറ്റിക് റയർ വണ്ടിയാണ്. അങ്ങനെ കാണാറില്ല. അത്യാവശ്യം ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട്. അലോയ്സ്, ഓഫ് റോഡ് ബമ്പർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ലെതർ സീറ്റ് കവർ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ എല്ലാ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. നല്ല ക്വാളിറ്റി ഉണ്ട്. 85,000 രൂപ കൊടുക്കാം. 1.6 ആണ് വരുന്നത്. ഇത് 2,20,000 രൂപ ഇട്ടുന്ന വണ്ടിയാണ്. 2018 മുകളിൽ ഓട്ടോമാറ്റിക് കേട്ടനാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്കൊരു ഓഫർ പ്രൈസ് കൊടുക്കാം. യൂബറൊക്കെ ഓടിക്കാൻ പറ്റിയ മോഡലാണ്. യൂബർ അറ്റാച്ച്ഡ് വണ്ടിയാണ്. ഇതാണ് നമുക്കൊരു ഓഫർ. 85,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഓൾട്ടോ 800 ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒറിജിനൽ കേരള എക്സ്ട്രാ ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. 2022 മോഡൽ ZXi പ്ലസ് വരുന്ന മോഡലാണ്. ടോപ്പ് എൻഡ് ആണ്. ഇത് ഇലക്ട്രോണിക് എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. DRL പ്രൊജക്ടർ ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഇന്ന് ഞാനുള്ളത് പെരുമ്പാവൂർക്കാശിലാണ്. പെരുമ്പാവൂർക്കാശ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. കുറച്ചാളായിട്ടുള്ള നമ്മൾ വീഡിയോ ഇട്ടിട്ട് വീണ്ടും നമ്മൾ വീഡിയോ എടുക്കാൻ വന്നത്. വീണ്ടും കുറെ വണ്ടികൾ വന്നിട്ടുണ്ട് അല്ലേ? കിടക്ക വണ്ടികൾ വന്നിട്ടുണ്ട്, പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എല്ലാ തവണയും പറയുന്നത് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. നല്ല ക്വാളിറ്റി വണ്ടികൾ കൊടുക്കാം. ലോ ബഡ്ജറ്റ് കൊടുക്കാം. എല്ലാ സെഗ്മെന്റും ഗുഡ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കാം. ഇപ്പൊ എത്ര വണ്ടികളുണ്ടാവും മൊത്തം? ഒരു 55ഓളം വണ്ടികളുണ്ട്. 55ഓളം വണ്ടികളുണ്ട്. അത് നമ്മൾ 2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം ഒറ്റ വീഡിയോ ആകുമ്പോൾ ലെങ്ത് കൂടി പോകും. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഈ സൈഡിൽ കിടക്കുന്ന വണ്ടികളാണ് കാണിക്കാം. ഒരു പോളോ കാണിക്കാം. ഏതാ മോഡല്? 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വെറും 40,000 കിലോമീറ്റർ ഈ കഴിഞ്ഞ മാസം സർവീസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. വെറും 40,000 ഓടിയിട്ടുള്ളൂ. അതെ, 17 മോഡല് 40,000. സിംഗിൾ ഓണർ പെരുമ്പാവൂർ വണ്ടി തന്നെയാണ്. ഫാൻസി നമ്പർ ആണ്. ഹൈലൈൻ പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. ബ്രാൻഡ് ന്യൂ 4 ടയർ ഇട്ടിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. ഫുൾ ഹിസ്റ്ററി കൊടുക്കാം. സ്പെയർ കീ, സർവീസ് ബുക്ക്, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടിയാ. അപ്പൊ വില ഒരു ബമ്പർ ഒരു റീപ്ലേസ് ഇല്ല. ഹിസ്റ്ററി നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ വില ഇത് 5,40,000 രൂപ കൊടുക്കാം. 5,40,000. ഏകദേശം 4.5 to 4.25 റേഞ്ചിൽ ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോ ഒരു 40, 50, 60, 70 സ്കോർ അനുസരിച്ച് നമുക്ക് മാക്സിമം ഫണ്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഒരു 700-750 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. ബാക്കോട്ട് പോകാം നമുക്ക്. ബാക്കോട്ട് പോകാം. അടുത്തതും ഒരു ചെറിയ ബഡ്ജറ്റിന്റെ വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിന്റെ വണ്ടിയാണെങ്കിലും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2007 മോഡല്, 2007 ഡിസംബർ മോഡലാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ, അലോയി, ബാക്ക് വൈപ്പർ എല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. പുത്തൻ ഇൻഷുറൻസ്, നല്ല ക്വാളിറ്റി വണ്ടി. 85,000 രൂപ കൊടുക്കാം. മോഡൽ ഏതാ? 2007 ലാസ്റ്റ്. 2027 ലാസ്റ്റ് ഒരു പേപ്പർ ഉണ്ട്. അത്യാവശ്യം കോസ്റ്റ്ലി അലോയി കാര്യങ്ങൾ, സീറ്റ് കവർ കാര്യങ്ങൾ, സെറ്റ് എല്ലാം ഉണ്ട്. ചെറിയ ബഡ്ജറ്റിന് ക്വാളിറ്റി ഉള്ള വണ്ടി. ഒരു ഷോറൂം വണ്ടി, പുതിയ വണ്ടി പോലെ ഉണ്ടല്ലേ? ക്ലീൻ വണ്ടിയാ. അപ്പൊ നമ്മുടെ വില എത്ര പറയുന്നത്? 85,000 രൂപ നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് RC മാറി കൊടുക്കാം. 85,000 രൂപയ്ക്കാണ് ഈ വണ്ടി കിടക്കുന്നത്. ഓടിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ചെറിയൊരു ഫാമിലി കുഞ്ഞങ്കാർ വേണമെന്നുള്ളവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. മെക്കാനിക്കുമാണ്. പാച്ച് വർക്ക് കാര്യങ്ങളോ ഒന്നുമില്ല. അടിയൊക്കെ ക്ലീൻ ആണ്. ചെക്ക് ചെയ്തിട്ട് പെയിന്റ് ക്വാളിറ്റി ആണെങ്കിലും ബോഡി ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. നേരെ അടുത്ത ബാക്കിലേക്ക് പോകുമ്പോൾ അടുത്ത നമുക്കൊരു വാഗണർ കാണിക്കാം. ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് വാഗണർ. ഏതാ മോഡല്? 2021 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ. VXi ആണ് വരുന്നത്. പെട്രോൾ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. ആൻഡ്രോയിഡ്, റിവേഴ്സ് ക്യാമറ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്ര ഓടി ഉണ്ടാവും? 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ ഭാഗങ്ങൾ ഒരു 75% ഉണ്ട്. പുതിയ ബമ്പർ ടു ബമ്പർ, 5 ലക്ഷം രൂപ IDV ഇൻഷുറൻസ് ഉണ്ട്. ഈ വാഹനം നമുക്ക് ലാസ്റ്റ് 4,80,000 രൂപ കൊടുക്കാം. ഒരു 4.5 ലക്ഷം രൂപ അടുത്തൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് കിടക്കുന്നത്. 4.80 ആണ്. 2021 ലാസ്റ്റ് വണ്ടിയാണ്. ന്യൂ ഷേപ്പ്. അപ്പൊ ബാക്കിലേക്ക് പോവാം. അടുത്തൊരു ഡീസൽ ഹോണ്ട ജാസ് ആണ്. മോഡല് 2015 വണ്ടിയാണ്. 15 ലാസ്റ്റ് വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം ഓപ്ഷൻ എല്ലാം വരുന്ന മോഡലാണ്. 20 കിലോമീറ്റർ അടുത്ത് എന്തായാലും മൈലേജ് ഉണ്ടാവും. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഇൻഷുറൻസ് ഡേറ്റ് ഉണ്ട്. എത്ര ഓടിന്റെ വണ്ടി? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. സെവൻ വണ്ടി തന്നെയാണ്. KL7 വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ വില
വില നമുക്ക് 4,60,000 രൂപയാണ് ഇട്ടത്. 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4.5. ഏകദേശം 4 ലക്ഷം രൂപ അടുത്ത് ലോണും ചെയ്തു തരാം. ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് കിടക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അടുത്തൊരു വെൻഡോ. ഇതും ചെറിയ ബഡ്ജറ്റിന് എടുക്കാവുന്ന വണ്ടി. 2012 1.6 ഹൈലൈൻ പെട്രോൾ ആണ്. 1.6 ആണല്ലേ? പെട്രോൾ മാനുവൽ. ഓക്കെ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. 2,25,000 രൂപക്ക് 2012 പെട്രോൾ വെന്റ് കൊടുക്കാം. ഹൈലൈൻ ആണ്. 2.4 ലക്ഷം രൂപയാണ് പറയുന്നത്. ടോപ്പ് എൻഡ് ആണ്. 1.6 ആണ് വരുന്നത്. ഇതിന് ഫിനാൻസ് കിട്ടുമോ? നമുക്ക് ശ്രീരാമൊക്കെ ചെയ്യാം. 2 വർഷമൊക്കെ ചെയ്യാം. ഫിനാൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് എങ്ങോട്ട് വേണം? ബാക്കോട്ട് പോകാല്ലേ? അങ്ങനെ വരാം. അടുത്തത് ഒരു എറ്റിയോസ് ഉണ്ട്. ലീവ ഏതാ മോഡല്? അത് 2013 വണ്ടിയാണ്. പെട്രോൾ മാനുവൽ ആണ്. ഓക്കെ. നല്ല ക്വാളിറ്റി സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ലൊരു എക്സ്ട്രാ ക്വാളിറ്റിയാണ് വണ്ടി. ബോഡി കാര്യങ്ങളെല്ലാം പക്ക നീറ്റാണ്. ടയർ ഭാഗങ്ങളെല്ലാം ഒരു 70-75% ഉണ്ട്. ഇത് 1,10,000 കിലോമീറ്റർ. 1-1-10 ഇടയിലാണ് കിലോമീറ്റർ. കറക്റ്റ് പ്രോപ്പർ സർവീസ്, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്രോൾ മാനുവൽ. ഓക്കെ. ഇത് നമുക്ക് 3,20,000 രൂപ കൊടുക്കാം. ഏകദേശം 2.5 ലക്ഷം രൂപ അടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം. അടുത്തൊരു ഐട്ടൺ. 2013 മോഡൽ ഐട്ടൺ ആണ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് 2,20,000 രൂപ ഇട്ടിരുന്ന വണ്ടിയാണ്. 2.10 1.5-1.25 ലോൺ ചെയ്ത് കൊടുക്കാം. 2.10 ആക്കി 2.20 ഇട്ടിരുന്ന വണ്ടിയാണ്. 2.10 ആക്കിയിട്ടുണ്ട്. 1.25 വരെ 2013 ലാസ്റ്റ് വണ്ടിയാണ്. 1.25 വരെ ഫിനാൻസും ചെയ്യാൻ പറ്റും. മൈലേജ് കൂടുതലുള്ള വണ്ടി. IRD വണ്ടിയാണ്. മൈലേജ് IRD വണ്ടിയാണ്. മൈലേജ് കൂടുതലുണ്ട്. ടയർ കണ്ടീഷൻ ഒക്കെ ഓക്കെ ആണ് കേട്ടോ. ഇങ്ങനെ ഇല്ലാത്ത തേഞ്ഞ ടയറൊന്നും ഉണ്ടാവാറില്ല. 2 മാസമൊക്കെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കും. അതാണ് എല്ലാം എടുത്തെടുത്ത് പറയാത്തത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോവാം. അടുത്ത 2018 മോഡൽ ഓട്ടോമാറ്റിക് കേട്ടനാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ സർവീസ് ഉള്ള വാഹനമാണ്. പുതിയ ഇൻഷുറൻസ്, 3.5 ലക്ഷം രൂപ IDV ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ലേഡീസിനൊക്കെ പറ്റിയ മോഡലാണ്. ഇതിന് ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഒരു 25 രൂപ 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാവുന്ന വണ്ടിയാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 3.40 ആണ്. ചെറിയ വ്യത്യാസങ്ങൾ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. 3.20 വരെ ലോൺ ചെയ്യാം. ഓട്ടോമാറ്റിക്കും ആണല്ലോ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എടുത്ത് പറയാത്തത് കേട്ടോ. അതെ. അടുത്ത കിഡ് 2018 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്കൊരു ഓഫർ പ്രൈസ് കൊടുക്കാം. 2,35,000 രൂപക്ക് ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം. 1000 cc ആണ്. 1000 cc വണ്ടിയാണ്. മാനുവൽ ആണ്. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 2 ലക്ഷം സംതിങ് IDV ഉണ്ട്. ഓക്കെ. അപ്പോൾ 2.35 കൊടുക്കാം കേട്ടോ. 2 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. അടുത്തൊരു ഇയോൺ ടാക്സി ഓടിക്കാൻ പറ്റിയ യൂബറൊക്കെ ഓടിക്കാൻ പറ്റിയ മോഡലാണ്. യൂബർ അറ്റാച്ച്ഡ് വണ്ടിയാണ്. ഓക്കെ. 2017 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. CNG ആഡ് ആണ്. പുതിയ ടാക്സ്, ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്. പുതിയ എടുത്ത് കൊടുക്കും നമുക്ക് കസ്റ്റമറിന്. സീറ്റോർ കാര്യങ്ങളെല്ലാം പുതിയത് ചെയ്തിട്ടുണ്ട്. ഇത് ആസ്കിംഗ് പ്രൈസ് 2.25 ആണ്. ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം. 1.5-1.25 ലോണും ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. 2,20,000 ആണ് പറയുന്നത്. 1.25 വരെ ഫിനാൻസ് ചെയ്യാം. 17 വണ്ടിയാണ്. CNG ഫിറ്റഡും ആണ്. നമുക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ അടുത്ത നമുക്കൊരു ഓഫറിലേക്ക് ഒരു സാൻഡ്രോ കൊടുക്കാം. സാൻഡ്രോ സിംഗ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച വണ്ടിയാണ്. അതാണ് ഓഫർ റേറ്റാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 1,10,000 രൂപയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇത് 2008 മോഡൽ 28 ലാസ്റ്റ് വരെ പേപ്പറുള്ള സിംഗിൾ ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സ്പെയർ കീയും കാര്യങ്ങളും സർവീസ് ബുക്ക് കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ്. ഇതാണ് നമുക്കൊരു ഓഫർ. 85,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 1.10 വെച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. 85 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 85,000 രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80,000 കിലോമീറ്റർ ഓടുള്ളൂ. സ്പെയർ കീയും സർവീസ് ബുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അടുത്ത 2021 മോഡൽ ഓൾട്ടോ 800 ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇതേതാ VXIയോ? LXI ഓപ്ഷനിലാണ്. പവർ വിൻഡോ, എയർ ബാഗ് ഒക്കെ വരുന്ന മോഡലാണ്. 2 ഡോർ പവർ വിൻഡോ വരുന്നു. 2 ഡോർ പവർ വിൻഡോ. ആൾട്ടോക്ക് VXIക്കും 2 ഡോർ ഉള്ളൂ. അപ്പോൾ എത്ര ഓടിന്? 35,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ടയർ കാര്യങ്ങളെല്ലാം പുതിയതാണ്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ്, 3.5 ലക്ഷം രൂപ IDV ഉണ്ട്. ഈ വണ്ടി നമുക്ക് 3.25 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ അടുപ്പിച്ച് ലോണും ചെയ്ത് കൊടുക്കാം. 3.25 ആണ് പറയുന്നത്. 3 ലക്ഷം ഫിനാൻസ് കയറും. 25,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇറക്കാൻ പറ്റുന്നതാണ് ഈ ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. അതെ. അടുത്ത തന്നെ ഒരു ഇയോൺ തന്നെയാണ്. 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ ഇൻഷുറൻസ് 2 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്.
മാക്സിമം ലോൺ ചെയ്യാം. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 2.25 ഓക്കെ. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. മാക്സിമം ലോണും ചെയ്തു കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് ഏതാ വേരിയന്റ്? ഇത് എറ പ്ലസ് തന്നെയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഒക്കെ വരുന്ന മോഡലാണ്. അപ്പോൾ ഇന്നോവ ഇങ്ങനെ പോവാം. ഇന്നോവ 2013 മോഡല് G4 ആണ്. ഓക്കെ. റീ ആണ്, കേരള ആക്കിയിട്ടുണ്ട്. അലോയ്സ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം പുതിയതാണ്. ഓക്കെ. മേജർ ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. മേജറായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. കിലോമീറ്റർ ഓടിക്കുന്നത് 2 ലക്ഷം കിലോമീറ്റർ ആണ്. പക്ക കണ്ടീഷനാണ്. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. ഇത് നമുക്ക് 6,75,000 രൂപ കൊടുക്കാം. ഏകദേശം ഒരു 6.25, ഏകദേശം ഒരു 6 ലക്ഷം രൂപ അടുത്ത് ലോണും ചെയ്യാം. ഓക്കെ. ഒരു 75 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഇറക്കാവുന്നതാണ്. 100 രൂപ താഴേക്ക് മതി. ഇനി പ്രൊഫൈൽ കുറവാണെങ്കിലും 1 രൂപ താഴേക്ക് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാവുന്ന, ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്തൊരു ടാക്സി ബൊലേറോ ആണല്ലോ. അത് 2019 മോഡല് ബൊലേറോ ടാക്സി ആണ്. ഓക്കെ. പവർ പ്ലസ് വരുന്ന മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. പുതിയ പേപ്പറാണ്. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. റീപ്ലേസ് കാര്യങ്ങൾ, മേജറായിട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ക്വാളിറ്റി ഉണ്ട്. ഇൻഷുറൻസ്. വില ഇത് നമുക്ക് 5,80,000 രൂപ ഫൈനൽ കൊടുക്കാം. 6.25 ആസ്കിംഗ് ചെയ്ത വണ്ടിയാണ്. 5.80 നമുക്ക് ഫൈനൽ കൊടുക്കാം. 5.80 ഫൈനൽ റേറ്റ് പറയുന്നത്. ഏകദേശം 5 to 5.25 ലോണും കയറും. 19 മോഡലാണ്. ഒരു 1 രൂപ താഴേക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ ബൊലേറോ ടാക്സി വണ്ടി എടുക്കാവുന്നതാണ്. താർ 2018 CRD താറാണ്. 4 വീല് ഡീസൽ. അത്യാവശ്യം ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട്. അലോയ്സ്, ഓഫ് റോഡ് ബമ്പർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ലെതർ സീറ്റ് കവർ, സെന്റർ ലോക്ക്, പവർ വിൻഡോ എല്ലാ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര ഓടിന്റെ വണ്ടി? ഇത് 1 ലക്ഷം താഴെ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഇതും 9.5 ചോദിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ലാസ്റ്റ് 8,60,000 രൂപ കൊടുക്കാം. 8.60 ലാസ്റ്റ് മോഡൽ വണ്ടിയാണ്. എല്ലാ വണ്ടിക്കും റേറ്റ് കുറച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതും 8.60 ആണ് ഇപ്പൊ പറയുന്നത്. എത്ര കയറും? ഇത് നമുക്കൊരു 7-7.5 ലോണും ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് ഫിറ്റിംഗ്സ് ഉണ്ട് വണ്ടിയിൽ. ഉണ്ടല്ലേ? ഓക്കെ. നമുക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് വരാം. അത് പോളോ സോൾഡ് ആണ്. സോൾഡ് ആണ്. ഓക്കെ. അപ്പൊ ഇന്നോവയോ? ഇന്നോവ കാണിക്കാം. ഇന്നോവ ഉണ്ടല്ലോ. ഏതാ മോഡല്? ഇന്നോവ 2012 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. G4 ആണ്. 8 സീറ്റ് ആണ്. നല്ല ക്ലീൻ പ്രോപ്പർ സർവീസ് കമ്പനി പോയേക്കുന്ന വണ്ടിയാണ്. എത്ര ഓടിയുണ്ട്? ഇത് 2 ലക്ഷം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ. ഒറിജിനൽ കേരള എക്സ്ട്രാ ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. ക്വാളിറ്റി ഉണ്ട്. ബോഡി കാര്യങ്ങളെല്ലാം. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പിലാണ് നടക്കുന്നത്. കോട്ടയം രജിസ്ട്രേഷൻ വണ്ടിയാണല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ വില ഇത് നമുക്ക് 6,95,000 രൂപ ലാസ്റ്റ് കൊടുക്കാം. 695 അല്ലേ? ഓക്കെ. എത്ര കയറും? ഒറിജിനൽ കേരളയാണ്. അത് 6.25 ഇത് 6.95 പറയുന്നതുകൊണ്ട് ഇത് ഒറിജിനൽ കേരളയാണ്. കേരള ആയതുകൊണ്ടാണ് ആ വില ഡിഫറൻസ് വരുന്നത് കേട്ടോ. അടുത്ത നമുക്ക് ഓട്ടോമാറ്റിക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് 4 വർഷം 5 വർഷമൊക്കെ ചെയ്യാം. ഡിസയർ ഓട്ടോമാറ്റിക് ആണ്. 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡിസയർ ഓട്ടോമാറ്റിക് റയർ വണ്ടിയാണ്. അങ്ങനെ കാണാറില്ല. VXI ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് ഉണ്ട്. റീപ്ലേസ് ഇല്ല. 80,000 കിലോമീറ്റർ ഓടിയതിന്റെ ഒരു ക്വാളിറ്റി കുറവ് വണ്ടിക്കില്ല. വണ്ടി നീറ്റാണ്. അതെ. അത്യാവശ്യം എയർ കണ്ടീഷൻ കിടപ്പുണ്ട് വണ്ടിക്ക്. പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ട്. കമ്പനി തന്നെ സർവീസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വില എത്ര പറയണം? ഇത് 5,90,000 രൂപയാണ് ആസ്കിങ്. ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം. ഏകദേശം 5 to 5.25 ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 50-60 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിറക്കാം. ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക്, സഡാൻ നോക്കുന്നവർക്ക് പറ്റിയുണ്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്തത് സെലേറിയോ ആണ്. 2022 മോഡൽ ZXi പ്ലസ് വരുന്ന മോഡലാണ്. ടോപ്പൻ്റെ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് കാര്യങ്ങൾ, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന മോഡലാണ്. 44,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് പോയിരുന്നു. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 4,90,000 രൂപയാണ്. ഏകദേശം അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം. പ്രൊഫൈലൊക്കെ ആണെങ്കിൽ മാക്സിമം കയറും അല്ലേ? മാക്സിമം 4.5 നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. 22 മോഡൽ വണ്ടിയാണ്. മോഡൽ കൂടിയ വണ്ടിയാണ്. നമുക്ക് 7 വർഷം വരെയൊക്കെ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ് കേട്ടോ. അടുത്തത് ബൊലേറോ ആണ്. 2011 ഡിസംബർ. ഏകദേശം 1 വർഷത്തോളം പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ബോഡി എല്ലാം നല്ല നീറ്റാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ഓടി ഉണ്ടാവും? 1,20,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. 3rd ഓണർഷിപ്പ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. നല്ല ബോഡി ക്വാളിറ്റിയാണ് വണ്ടിക്ക്. നല്ല ക്വാളിറ്റിയാണ്. നല്ല ടയർ കണ്ടീഷൻ കിടപ്പുണ്ട് വണ്ടിക്ക്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 3.25 നമുക്ക് ഫൈനൽ ഒരു 3.10 കൊടുക്കാം. 3.10 അല്ലേ? കസ്റ്റമർ ഒന്ന് വണ്ടി കാണാൻ ചെറിയ വ്യത്യാസം കൂടി ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ശ്രീരാമൊക്കെ ചെയ്ത് കൊടുക്കാം. ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത് ചെയ്ത് കൊടുക്കാം. അടുത്ത ഈ i20 സോൾഡ് ആണ്. ആണല്ലേ? ഓക്കെ.
വിറ്റ വണ്ടികൾ ഇതിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു CRV കിടപ്പുണ്ടല്ലോ. CRV കിടക്കുന്നുണ്ട്. ഒരു 2 ആഴ്ച മുമ്പ് ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്. 2030 നവംബർ വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. ഇത് 2005 മോഡലാണ്. ഓക്കെ. ഡീസൽ പെട്രോൾ മാനുവലാണ്. CRV പെട്രോൾ ഉള്ളൂ അല്ലേ? ഓക്കെ. പെട്രോൾ മാനില് ഇത് വാൾട്രോണിക് എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അഡീഷൻ ചെയ്തിട്ടുണ്ട്. 30 വരെ പേപ്പറിന്റെ ചെറിയ വിലക്ക് കൊണ്ടുപോകാം. 2 ലക്ഷം രൂപ ഫൈനൽ കൊടുത്തേക്കാം. 2.5 ആസ്കിങ് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്കാണ് CRV ഇട്ടിരിക്കുന്നത്. എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് കാര്യങ്ങൾ റിമോട്ടിലാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓണാക്കിയാൽ മതി, ഓഫ് ചെയ്തിടാം. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേറെ ഒന്നും ചെയ്യാനില്ല. 2 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയ വണ്ടി കൊണ്ടുപോകാം. വലിയ വണ്ടി കൊണ്ടുപോകാം. 30 പെട്രോൾ ആയതുകൊണ്ട് തന്നെ വലിയ മെയിൻ്റെനൻസും വരുന്നില്ല. 30 നവംബർ വരെ പേപ്പറുള്ള വണ്ടിയാണ് കേട്ടോ ഇത്. അടുത്തത് WRV. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ്. ബുക്കിംഗ് ആയതാണ്. അവസാനം ഇപ്പൊ കസ്റ്റമർ അത് 2018 VX സൺറൂഫ് ഉള്ള വണ്ടിയാണ്. ടോപ്പൻ്റെ അലോയ് ഉൾപ്പെടെ അലോയ് DRL പ്രൊജക്ടർ ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. എത്ര ഓടി? 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. അപ്പോൾ വില നമുക്ക് 6,25,000 രൂപയ്ക്ക് ഏകദേശം 5.5 to 5.25 ലോൺ ചെയ്ത് കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക്. ഓക്കെ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 6.25 5.25 വരെയൊക്കെ ഫിനാൻസ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? അതെ. ഓക്കെ. അടുത്തൊരു ഇന്നോവ ഏതാ മോഡൽ? 2013 V ഒറിജിനൽ കേരളയാണ്. എത്ര ഓടി ഉണ്ടാവും? ഇത് 1,80,000 കിലോമീറ്റർ. കോസ്റ്റ്ലി ഫിറ്റിംഗ്സ് കാര്യങ്ങൾ, ടൈൽ ലാമ്പൊക്കെ LED ആക്കിയിട്ടുണ്ട്. അലോയ് ഒക്കെ എക്സ്ട്രാ ചെയ്താണല്ലേ? ലെതർ സീറ്റ് കാര്യങ്ങളുണ്ട്. ഓണർഷിപ്പ് തേർഡാണ്. ഓക്കെ. നല്ല വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വണ്ടി നമുക്ക് 8.5 ലക്ഷം രൂപ കൊടുക്കാം. 13 V ഒറിജിനൽ കേരള വണ്ടി 8.5 ലക്ഷം രൂപ. ഏകദേശം 7 to 7.5 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നീറ്റ് ഇന്റീരിയർ കാര്യങ്ങളെല്ലാം പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് 8 ലക്ഷം രൂപ IDV ഉണ്ട്. 1 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ച് ഇറക്കാൻ പറ്റും അല്ലേ? അപ്പൊ ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികളൊന്നും തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇല്ല. പിന്നെ അതേ അങ്ങോട്ട് പോയിക്കോളൂ. ഇഷ്ടം പോലെ വണ്ടികൾ ഇനിയും കിടപ്പുണ്ട്. ക്വാളിറ്റി ഉള്ള വണ്ടികൾ, ചെറിയ വണ്ടികൾ. അപ്പോൾ അത് നമ്മൾ അടുത്ത പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. മറ്റു വണ്ടികളുടെ ഡീറ്റെയിൽ ആണെങ്കിൽ കാറ്റലോഗ് നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽ ഉണ്ടാവും. അതെ. അപ്പോൾ 2014 12 തൊട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാം. 12 തൊട്ട് നമുക്ക് 2 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാം. 14 കൂടിയ വണ്ടികൾക്കൊക്കെ നമുക്ക് 7 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന കേരള ഡെലിവറി കൊടുക്കാം. കേരള ഫിനാൻസ് ഉണ്ട്. വണ്ടി വന്ന് നോക്കുക, കാണുക, ഇഷ്ടപ്പെടുക, ഓടിച്ചു നോക്കാം. വർക്ക്ഷോപ്പിൽ എന്നും പറയുന്ന പോലെ എവിടെ കൊണ്ടുപോയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യിക്കാം. ഏത് മെക്കാനിക്ക് വന്നാലും ഓടിച്ചു നോക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം. അതെ. അപ്പോൾ ധൈര്യമായിട്ട് വരാം. പിന്നെ പറയാനുള്ളത് ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് ഒന്ന് പറഞ്ഞു. ആധാർ, പാന്, ലാൻഡ് ടാക്സിന്റെ കോപ്പി, 6 മാസം സ്റ്റേറ്റ്മെന്റ്. മാക്സിമം സ്കോർ ഉള്ളവർക്ക് മാക്സിമം ഫണ്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്കോർ കുറയുന്നതനുസരിച്ച് ഫണ്ടിങ് കുറയുന്നതാണ്. എങ്കിലും നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം കൊല്ലം ചെയ്ത് കൊടുക്കാം. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വന്ന് വണ്ടി കാണാട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.